ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BEd ഉണ്ടല്ലോ, BEdന്റെ ഇനിയിപ്പോൾ 4 വർഷ ഡിഗ്രിക്കൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ BEd ഇൻ്റഗ്രേറ്റഡ് BEd ആക്കാനുള്ള ഒരു പരിപാടി പ്ലാനിങ്സ് എല്ലാം നടക്കുന്നുണ്ട്. അഡ്മിഷൻസും കുറച്ചൊക്കെ യൂണിവേഴ്സിറ്റീസ് എടുത്തു തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് കേന്ദ്ര സർവകലാശാലകളൊക്കെ ഒരു ഇത് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. സോ ഇൻ്റഗ്രേറ്റഡ് BEd പഠിക്കുമ്പോൾ ഇനിയിപ്പോൾ ഡിഗ്രിയുടെ ഒപ്പമാണ് അതിൻ്റെ ആഡ് ഓൺ ചെയ്ത് പഠിക്കുന്ന പോലെയാണ് 2 വർഷത്തിൻ്റെ ബിരുദം, BEd ബിരുദം നിർത്തലാക്കുന്ന ഒരു പ്ലാനിങ് ആണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംശയ നിവാരണത്തിന് നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു തൊഴിൽ വാർത്തയിലൂടെ ഒരു BEdനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മറുപടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ സിമ്പിളാണ്. 4 വർഷ ബിരുദം യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ BEd പഠനം നിലവിലെ പോലെ 2 വർഷമായി തന്നെ തുടരുമോ? അതിലും പരിഷ്കാരം വരാൻ സാധ്യതയുണ്ടോ? അതിൻ്റെ ഒരു ഉത്തരമായിട്ട് പറയുന്നത്, BEd പഠനം NCTEയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നടത്തുന്നത്. നിലവിലെ NCTE മാനദണ്ഡങ്ങൾ പ്രകാരം 2 വർഷ BEd പ്രോഗ്രാമുകൾ തുടരുന്നതിന് തടസ്സങ്ങളില്ല. അതിനാൽ 2 വർഷ BEd നിലവിൽ തുടരും. ടീച്ചർ എഡ്യൂക്കേഷൻ രംഗത്ത് ദേശീയ തലത്തിൽ NCTE 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കും എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ കണ്ടിന്യൂ ചെയ്യും, കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. 4 വർഷ ബിരുദക്കാർക്ക് PG പഠനത്തിന് ലാറ്ററൽ എൻട്രി ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിനാൽ 4 വർഷ ബിരുദം സാർവത്രികമാവുന്നതോടെ സർവകലാശാലകളിലെ ബിരുദാനന്തര ബിരുദത്തിനുള്ള പ്രസക്തി കുറയുമോ എന്നാണ് ചോദ്യം. 4 വർഷ UG പഠനം പൂർത്തിയാക്കുന്നവർക്ക് 1 വർഷം കൊണ്ട് ബിരുദാനന്തര ബിരുദം നേടാൻ കഴിയും. അതോടൊപ്പം 3 വർഷ ബിരുദം നേടിയവർക്ക് 2 വർഷത്തെ ബിരുദാനന്തര ബിരുദം ആവശ്യമായി വരും. 4 വർഷ ബിരുദ പദ്ധതിയുടെ ഭാഗമായി ഒരു വിഷയം മൈനറായി പഠിച്ചാലും ആ വിഷയത്തിൽ 2 വർഷത്തെ ബിരുദാനന്തര ബിരുദം ചെയ്യാനുള്ള അർഹത ലഭിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ കെമിസ്ട്രി പഠിച്ച ആൾക്ക് മേജർ കെമിസ്ട്രി പഠിച്ച് മൈനർ ഫിസിക്സ് പഠിച്ച ആൾക്ക് ഫിസിക്സിൽ വേണം ബിരുദാനന്തര ബിരുദം ചെയ്യും. അതോടൊപ്പം ബിരുദതല കരിക്കുലം പരിഷ്കരണത്തിന്റെ തുടർച്ചയായി സംസ്ഥാനത്തെ ബിരുദാനന്തര ബിരുദ കരിക്കുലം ഉടൻ നവീകരിക്കുന്നുണ്ട്. നിലവിൽ PGയുടെ നവീകരണം ഒന്നും വന്നിട്ടുണ്ടായില്ല, ഉടനെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ബിരുദതലത്തിൽ തന്നെ നിലവിൽ ഗവേഷണത്തിന് പ്രാധാന്യം വരുന്നതിനാൽ ബിരുദാനന്തര ബിരുദ പഠന തലത്തിൽ ഗവേഷണത്തിന് പ്രായോഗിക പരിശീലനത്തിനും കൂടുതൽ ഊന്നൽ നൽകിയോ നവീകരിക്കുക. ഇതുവഴി ബിരുദാനന്തര ബിരുദ പഠനവും പ്രാധാന്യമുള്ളതായി തുടരുമെന്നാണ് കരുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 4 വർഷ ബിരുദ പദ്ധതിയിൽ നിന്നും കർണാടക തിരിച്ചു പോയത് കേരളം പരിശോധിച്ചിട്ടുണ്ടോ? നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കർണാടക പരിപാടി ഈ വർഷം എന്തായാലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ പ്രകാരം വിവിധ തലത്തിലുള്ള ചർച്ചകളും ആവശ്യമായ മുന്നൊരുക്കങ്ങളും നടത്തിയാണ് 4 വർഷ ബിരുദ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ നേടുന്നതിനും ഉപരിപഠനം നടത്തുന്നതിനും 4 വർഷ ബിരുദം കൂടുതൽ സഹായകരമാവുമെന്ന് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബായി മാറ്റണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ നിലവിലുള്ള ബിരുദാനന്തര ബിരുദ രീതിയിലേക്ക് അല്ലെങ്കിൽ ബിരുദ പഠന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ 4 വർഷ ബിരുദം പൂർത്തിയാക്കിയവർക്ക് നെറ്റ് അടക്കമുള്ള പരീക്ഷകൾ എഴുതാനും നേരിട്ട് ഗവേഷണം ചെയ്യാനും അനുമതിയുള്ള സാഹചര്യത്തിൽ 4 വർഷ ബിരുദ പദ്ധതി വിദ്യാർത്ഥികൾക്ക് ഗുണകരമാവുമെന്ന് സർക്കാർ കരുതുന്നു. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ലാസ്സസ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലാണ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് BEdൻ്റെയും പറഞ്ഞു, നമ്മൾ നോർമൽ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രിയുടെ നമ്പറും മെയിലും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിലും കമൻറ്റിലാണെങ്കിലും ആഡ് ചെയ്യാം. മെയിൽ അയക്കാം, പിന്നെ മാതൃഭൂമിയുടെ തൊഴിൽ വാർത്തയിലേക്കോ അങ്ങനെ ഡൗട്ട് ക്ലാരിഫിക്കേഷനും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള